ശ്രീ മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷുടെ മുത്തശ്ശിക്ക് സുഖം തന്നെ എന്ന കഥയാണ് ഞാനിവിടെ വായിക്കുന്നത്. മരണം ഇഴഞ്ഞിഴഞ്ഞു വരുന്നുണ്ടല്ലോ എന്ന് മുത്തശ്ശി ഖേദിച്ചു. അതിൻ്റെ നിറം കറുപ്പാണെന്നും ഇഴഞ്ഞു വരുന്ന അതിൻ്റെ ഉടൽ അളിഞ്ഞു നാറുന്നുണ്ടെന്നും മുത്തശ്ശി മനസ്സിലാക്കി. അയ്യോ, ഇതിൻ്റെ കൂടെയാണല്ലോ ഞാൻ തിരിച്ചു പോകേണ്ടതെന്ന് മുത്തശ്ശി വേവലാതി കൊണ്ടു. പരിചാരിക അപ്പോഴേക്കും വന്നത് ഭാഗ്യമായി. മുത്തശ്ശി, എന്തിനാ കരയണ എന്നവൾ ചോദിച്ചതിന് കുറച്ചു നേരത്തേക്ക് മുത്തശ്ശി സമാധാനം പറഞ്ഞതേയില്ല. വളരെ നന്നായി ഒതുക്കിയ മുറിയിൽ മുത്തശ്ശി ഒറ്റയ്ക്ക്, കടഞ്ഞെടുത്ത വീട്ടിക്കട്ടിലിൽ പതുപതുത്ത കിടക്ക, ഫാൻ, ടെലിവിഷൻ, ജനാല തുറന്നാൽ തൊട്ടു മുന്നിൽ നീലക്കടൽ തുടങ്ങുന്നു. കിടന്നുകൊണ്ട് മുത്തശ്ശി പരിചാരികയോട് ചോദിച്ചു, ഒരളിഞ്ഞ നാറ്റം വരുന്നില്ലേ രുക്മിണി? രുക്മിണി ചുറ്റും നോക്കി മണത്ത് ഇങ്ങനെ പറഞ്ഞു, നല്ല മണമാണല്ലോ മുത്തശ്ശി. മുല്ലയുടെ മണമുള്ള ഫെനായിലുകൊണ്ട് മുറി ഇപ്പോൾ കഴുകിയുള്ളൂ. മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. നീ എന്താ ഈ പറയണ രുക്മിണി? കറുത്തൊരു സാധനം എൻ്റെ നേരെ ഇഴഞ്ഞു വരണ കാണ്. രുക്മിണി അതിന് സമാധാനം ഒന്നും പറഞ്ഞില്ല. ഞാൻ പോവായി രുക്മിണി എന്ന് പറഞ്ഞ് മുത്തശ്ശി കരയാൻ തുടങ്ങി. ദാ ഇതെന്നെ കൊണ്ടുപോവാൻ വരിക. രുക്മിണി തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോൾ മുത്തശ്ശി വിളിച്ചു, നീയെ ഗോപാലിനെ വേഗം വിളിക്ക്. ഉടനെ വന്നില്ലെങ്കിൽ എന്നെ കാണാൻ പറ്റില്ല എന്ന് വന്നേക്കും എന്ന് പറയേ. നീയെ ചെയ്യോ? രുക്മിണി ഒന്ന് സംശയിച്ചു നിന്നു. എന്താ സംശയിക്കണേ? പണമില്ലേണ്ടാണോ? എൻ്റെ കാര്യത്തിൽ ഒരു ലുബ്ധും കാണിക്കരുതെന്നല്ലേ ഗോപാലൻ പറഞ്ഞിട്ടുള്ളത്? അതൊക്കെ ശരിയാ മുത്തശ്ശി. എന്നാലും ഗോപാലൻ സാറും കുടുംബവും ദൂരെയല്ലേ. അമേരിക്കയിൽ നിന്ന് വരാൻ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? 1 കൊല്ലം മുമ്പ് സദനത്തിലാക്കി അവർ പോയതല്ലേ ഉള്ളൂ. മുത്തശ്ശി വട്ടം നോക്കി മിണ്ടാതെ കിടന്നു. വിഷാരത്ത് ഗോപാലനും കുടുംബവുമായുള്ള ദിവസങ്ങൾ മുത്തശ്ശി ഓർക്കുകയായിരിക്കാം. തൻ്റെ തൂങ്ങിയ ചെവികളിൽ പിടിച്ചും കളിച്ചും ഗോപാലൻ്റെ കുട്ടികൾ പ്രമോദും ലിജിയും ചുറ്റിപ്പറ്റി നിൽക്കാറുണ്ടായിരുന്നത് ഓർമ്മയിൽ നിന്നും മായുന്നില്ല. മലർന്നു കിടക്കുന്ന മുത്തശ്ശിയുടെ കണ്ണ് നിറഞ്ഞ് 2 ചെവിക്കുറ്റികളിലേക്കും ഒലിച്ചിറങ്ങി. രുക്മിണിക്ക് സങ്കടം വന്നു. പാവം മുത്തശ്ശി എന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ മാനേജറുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി വല്ലാതെ വേവലാതി കൊള്ളുന്നു മാഡം. അമേരിക്കയ്ക്ക് ഇപ്പം തന്നെ വിളിക്കണം എന്നാണ് പറയണത്. മാനേജർക്ക് ദേഷ്യം വന്നു. ഈ തള്ളെ കൊണ്ട് സമാധാനമില്ലല്ലോ. ഓരോ തവണ വിചിത്രമായ ഓരോ ആവശ്യങ്ങൾ. ഇന്നലെ എന്താ പറഞ്ഞത്? 1 കൊട്ടപ്പൂവും മാല കെട്ടാനുള്ള നാരും അല്ലേ? തിരിച്ചയക്കുക വേണ്ടത്. പക്ഷേ മാനേജർ മുത്തശ്ശിയെ തിരിച്ചയക്കില്ല എന്ന് രുക്മിണിക്ക് ഉറപ്പുണ്ടായിരുന്നു. മുത്തശ്ശിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് കൂടെ കൂടെ ഗോപാലൻ അമേരിക്കയിൽ നിന്നും വിളിക്കും. ആവശ്യത്തിലേറെ പണം അയക്കും. രുക്മിണി പറഞ്ഞു, മാഡം ഒന്ന് വിളിക്കുക. മുത്തശ്ശിക്ക് എന്തോ പന്തികേടുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും പറ്റിപ്പോയാൽ വിവരം വേണ്ട സമയത്ത് അറിയിച്ചില്ലല്ലോ എന്ന് മക്കൾ പരാതിപ്പെടില്ലേ? അത് നമുക്ക് ദോഷം ചെയ്യില്ലേ? മാഡത്തിന് രുക്മിണി പറഞ്ഞത് ശരിയാണെന്ന് തോന്നാതിരുന്നില്ല. അവർ അപ്പോൾ തന്നെ അമേരിക്കയിലേക്ക് വിളിച്ചു. പക്ഷേ എന്തു ചെയ്യാൻ? ഗോപാലിന് തിരക്കോട് തിരക്ക്. അയാൾ മറുതലയ്ക്കിൽ നിന്നും പറഞ്ഞു, മുത്തശ്ശിക്ക് ഒരു കഷ്ടപ്പാടും ഇല്ലാതെ നോക്കണേ. അപ്പോൾ സന്ധ്യയായിരുന്നു. മുത്തശ്ശി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. കറുത്ത ജന്തു കിടക്കയിലേക്ക് ഇഴഞ്ഞു കയറുകയായിരുന്നു. മുത്തശ്ശിയുടെ കൃഷ്ണമണികൾ ഇളകി മറിയാൻ തുടങ്ങിയിരുന്നു. നന്ദി.